മുകേഷിന്റെ ഏതൊരു സിനിമയ്ക്കകത്തുണ്ട്, ഞാനിപ്പോൾ അത് ഓർത്ത കേട്ടോ. ഞാൻ സാരി ഉടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടുപോയിട്ടാണ് വെക്കുന്നത്, ഇത് എങ്ങനെ ഇത്രയും തുണി എക്സ്ട്രാ വന്നേ, ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് വലിയ കാര്യമായിട്ട് സാരി ഉടുക്കാൻ അറിയത്തില്ല, പക്ഷേ എന്നെ ആരെങ്കിലും ഉടുപ്പിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ വേറെ ആരെങ്കിലും ഉടുത്ത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. ഇതിന്റെ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി കോസ ടസറാണ്. അപ്പോൾ ഈ ടസർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുറേ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമ്മളൊരു പഴന്തുണി പോലെ ആവും, പെട്ടെന്ന് അത് ഒതുങ്ങി അങ്ങൊരു അതിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ ഇല്ലാത്തൊരു ഫാബ്രിക് എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ കസ്റ്റമേഴ്സ് ടസർ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് ടസർ മാത്രം യൂസ് ചെയ്യുന്നവർ. അപ്പോൾ ഈ കോസ സിൽക്ക് എന്ന് പറഞ്ഞ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറച്ചൊരു സ്റ്റിഫ്നെസ് കൂട്ടുന്ന കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എല്ലാ കസ്റ്റമേഴ്സും ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലായി മാറി. അതായത് നമുക്ക് ടസറിന്റെ ആ ഒരു ഒതുക്കം ഫീൽ ചെയ്യുകയും ചെയ്യും, എന്നാൽ ഒരു കോസ സിൽക്കിന്റെ ഇത് അതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഷോപ്പ് കളക്ഷനിൽ ഓൾറെഡി വന്നിട്ടുള്ളതായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ, ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഓൺലൈനിലേക്ക് ക്വാണ്ടിറ്റി ചെയ്യാനും കൂടെ കിട്ടിയതുകൊണ്ടാണ് ഓൺലൈനും കൂടെ ചെയ്തേക്കാന്ന് കരുതിയത് കേട്ടോ. നമുക്കിനി ഇപ്പോൾ ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്കിനൊക്കെയാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ, ഇപ്പോൾ ഈസ്റ്ററിന് നമുക്ക് ചർച്ച് വിയർ ഒക്കെ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ബാപ്റ്റിസം, വെഡ്ഡിങ് ഫംഗ്ഷൻസിന് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ബോർഡേഴ്സിലേക്കായിട്ട് ഫാൻസി ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെയിം കളറിലേക്കുള്ള ആ ഒരു പിങ്ക് ഷെയ്ഡിലേക്കും ഉണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് അതിലെ ആ ഒരു എംബ്രോയിഡറി ഗ്രീൻ കളറിലെ എംബ്രോയിഡറിക്ക് ഗ്രീൻ കളറിലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിന് ജസ്റ്റ് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബ്ലൗസ് പെയർ ചെയ്തേ ഉള്ളൂ. പ്ലെയിൻ കളറിലേക്ക് ഇതിൻ്റെ തന്നെ ഈ സെയിം ഫാബ്രിക്കിലേക്കുള്ള ബ്ലൗസാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേസ്റ്റൽ ഗ്രീൻ കളറിലെ ബ്ലൗസൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് 2199 റേറ്റിലേക്കാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫുള്ളായിട്ട് ഈ ഒരു പോർഷനും അതുപോലെ പല്ലു പോർഷനിലേക്കുമാണ് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. താഴെ പ്ലീറ്റ്സ് വരുന്ന ഒരു ഏരിയയിലേക്കായിട്ട് നമ്മുടെ ഒരു സ്കേർട്ട് ലെവൽ പോലെ അവിടേക്കായിട്ട് ചെറുതായിട്ട് ഒരു സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കോസ ടസർ, അത് സെമി കോസ ടസറാണ് മെറ്റീരിയൽ വരുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ കാറ്റഗറിയിലേക്ക് നമ്മുടെ ഷോപ്പ് കളക്ഷനിലാണ് ഇതിൻ്റെ തന്നെ കട്ട് വർക്കും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേണിലേക്ക് ബോർഡേഴ്സിലേക്ക് മാത്രമായിട്ട് എംബ്രോയിഡറി വരുന്ന രീതിയിലും ഒക്കെ ഇതിൻ്റെ കളർ ചേഞ്ചസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് കളക്ഷനിൽ ഒരുപാട് ഇതിൻ്റെയൊക്കെ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഷോപ്പ് കളക്ഷനിലെ സാരീസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഹാൻഡ് പിക്ഡ് ആയിരിക്കും. ഒന്നും അങ്ങനെ ഒരു ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ഒരു ഒത്തിരി ക്വാണ്ടിറ്റി കിട്ടുന്നൊന്നുമല്ല. എല്ലാം നമ്മുടെ സിംഗിൾ പീസ് ആയിരിക്കും. എല്ലാ ലേഡീസിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് എന്താണെങ്കിലും ഞാൻ ഇടുന്നത് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരീസ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. സ്പെഷ്യലി നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവമ്പാടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെറിയൊരു ഏരിയ ആണ്. പള്ളിയിലൊക്കെ ആണെങ്കിലും ഒരു സാരി ഒരാൾ ഉടുത്തേക്കുന്ന പോലെ വേറൊരാളുടെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സങ്കടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ സെലക്റ്റീവ് ആയിട്ടാണ് സാരീസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലേക്കും നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ജോർജറ്റിലേക്കുണ്ട്, ക്രഷ്ഡ് ഓർഗൻസയുണ്ട്, പ്യുവർ ഓർഗൻസയുണ്ട്, അത് നല്ല വിസ്കസ് ഓർഗൻസ ആട്ടോ. ഓർഗൻസ എന്ന് പറയുമ്പോൾ കുറേ കസ്റ്റമേഴ്സിന് മനസ്സിലിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടാവും. നല്ല വിസ്കസ് ഓർഗൻസ ആകുമ്പോൾ തന്നെ നല്ല ജോർജറ്റ് പോലെ തന്നെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽസിലേക്കുണ്ട്. പിന്നെ ഈ കോസ സിൽക്കിൻ്റെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേൺസ് ഉണ്ട്. അപ്പം മാക്സിമം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷോപ്പിലേക്ക് പോകുന്നോളൂ. ഹോളി കമ്മ്യൂണിയൻ സ്പെഷ്യലായിട്ട് ഒരുപാട് കളക്ഷൻസ് അമ്മമാർക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സാരീസിനകത്തും പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറിനകത്തേക്കും. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോ.